ഹായ് ഓൾ. നമുക്കറിയാം കേരള വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്നൊരു പോസ്റ്റിന്റെ എക്സാമിനേഷൻ അപേക്ഷിക്കാനുള്ള അവസാന തീയതികൾ ഇങ്ങ് എത്തിയിരിക്കുകയാണ്. ഈ വരുന്ന ഫെബ്രുവരി മാസം 4-ാം തീയതിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. അതായത് സിവിൽ മേഖലയിലുള്ള അതുപോലെ തന്നെ മെക്കാനിക്കൽ മേഖലയിലുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ രണ്ട് സ്ട്രീം കൂടാതെ കെമിക്കൽ സ്ട്രീമിലുള്ളവർ കൂടെ അപേക്ഷിക്കാൻ പറ്റും. നമ്മുടെ ചുറ്റുമുള്ളതിൽ ഏറ്റവും കൂടുതലുള്ളത് സിവിലും മെക്കാനിക്കലുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ പറ്റി പറഞ്ഞത്. ഈ ഒരു പരീക്ഷയെ പറ്റി പറയുകയാണെങ്കിൽ ഈ 3 സബ്ജക്റ്റിന്റെ ഒരു ക്ലിയർ കട്ട് ബ്ലെൻഡ് ആയിരിക്കും എക്സാമിനേഷൻ. അപ്പോൾ ഈ 3 മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പം സിവില്, അതുപോലെ തന്നെ മെക്കാനിക്കല്, അതുപോലെ തന്നെ കെമിക്കൽ, ഇത് 3 ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുന്നതോടൊപ്പം തന്നെ അപേക്ഷിക്കുന്ന കാര്യം കൂടി നിങ്ങൾ മറന്നു പോകരുത്. ഇനി അപേക്ഷിക്കാൻ മറന്നു പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഇനി അതുപോലെ ഏതെങ്കിലും തരത്തിൽ ഈ 3 സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഏതെങ്കിലും ഒരു സബ് സ്ട്രീമിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ ബിരുദം ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സബ് സ്ട്രീമിലാണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത് ഈക്വലൻസ് യുവർ ഹയർ കൊടുത്ത് നിങ്ങൾ അപേക്ഷിക്കേണ്ടതാണ്. ഇനിയും ഡേറ്റ് ഒന്നുകൂടി പറയുകയാണ്. ഈ വരുന്ന മാസം 4-ാം തീയതിയാണ് ഇത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. അപ്പം വൈകിപ്പോരുത്, നഷ്ടപ്പെട്ടു പോരുന്ന അവസരം. അപ്പം ഇന്ന് തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കയറി അപേക്ഷിക്കാം. ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ എന്ന് നമുക്ക് തോന്നുന്നതാണ്. ദിവസങ്ങളൊക്കെ വളരെ പെട്ടെന്നാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെയാണ് എക്സാമിനേഷനും വളരെ പെട്ടെന്ന് ഇങ്ങ് എത്തുമെന്ന കാര്യം മറക്കരുത്. ഒരു എക്സാമിനേഷനെ പറ്റി പറയുകയാണെങ്കിൽ 706/2025 എന്ന കാറ്റഗറി നമ്പറിലാണ് ഈ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വന്നത്. 53,900 തുടങ്ങി 1,18,100 അവസാനിക്കുന്ന സാലറി സ്കെയിലുള്ള അത്യാവശ്യം നല്ലൊരു പോസ്റ്റാണ് ഇത്. കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ് വരുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റാണ് നിയമനം കിട്ടുന്നത്. പലരുടെയും ഒരു ഡ്രീം പോസ്റ്റ് തന്നെയാണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിലവിലൊരു റാങ്ക് ലിസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുമ്പോഴേക്കും ഈ റാങ്ക് ലിസ്റ്റ് വരുന്ന രീതിയിലാണ് PSC മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിയമനമൊക്കെ കിട്ടും. റാങ്ക് ലിസ്റ്റിൽ കുറച്ച് മുകളിൽ വരണം എന്ന് മാത്രം. അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ബിടെക് ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. അത് സിവില്, മെക്കാനിക്കൽ ഇവയിൽ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ നിന്നുള്ളതായിരിക്കണം. ഇനി അവസാനമായിട്ട് നടന്ന എക്സാമിനേഷനെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അന്ന് മൊത്തത്തിൽ വന്ന കട്ട് ഓഫ് മാർക്ക് 47.33 വന്നത്. മാക്സിമം മാർക്ക് 69.330 വരും. അപ്പം മാക്സിമം മാർക്ക് നമ്മുടെ മുമ്പിലുണ്ട്. 69 മാർക്കാണ്. 70 മാർക്കിന്റെ ആ ഒരു പരിധിയിലാണ് വരുന്നത്. അപ്പോൾ എക്സാമിനേഷന്റെ നിലവാരം അനുസരിച്ച് ഈ മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. അപ്പം നമ്മുടെ ഒരു ടാർഗറ്റ്, ഈ പ്രിപ്പറേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ടാർഗറ്റ് ഏറെക്കുറെ ഈ മാർക്കിന് മുകളിൽ നിൽക്കുന്നതായിരിക്കണം. അതായത് ടോപ്പ് സ്കോറിന് മുകളിൽ നിൽക്കുന്ന രീതിയിലേക്ക് എത്തിക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. പരീക്ഷയുടെ നിലവാരം അനുസരിച്ച് അത് മാറാം. നല്ല നിലവാരമുള്ള പരീക്ഷയാണെങ്കിൽ കട്ട് ഓഫ് കുറയുകയും നിലവാരം കുറഞ്ഞ പരീക്ഷയാണെങ്കിൽ മാർക്ക് ഇതുപോലെ തന്നെ ഉയരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നമ്മുടെ തയ്യാറെടുപ്പുകളും മുമ്പോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. നമുക്ക് ഈ ഒരു എക്സാമിനേഷന്റെ സ്ലോട്ട് വന്നിരിക്കുന്നത് സെപ്റ്റംബർ മുതൽ നവംബർ വരെയാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ കേരള PSCയുടെ സെപ്റ്റംബർ 1-ാം തീയതി ആയിരിക്കും എക്സാമിനേഷൻ എന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു എക്സാമിനേഷനൊക്കെ അപ്രോച്ച് ചെയ്യാൻ. ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി സമയം, അതായത് PSCയുടെ എക്സാമിനേഷൻ ഡേറ്റ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തയ്യാറെടുപ്പുകളായിട്ട് മുമ്പോട്ട് പോയിട്ട് മുൻവർഷ ചോദ്യ പേപ്പറുകളും മോഡൽ ക്വസ്റ്റ്യനുകളൊക്കെ ചെയ്ത് നല്ല റാങ്കിൽ എത്താൻ കഴിയുകയുള്ളൂ. എക്സാമിനേഷന് ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള സമയമായിട്ട് അതിനെ മാറണം. അപ്പോൾ നമ്മുടെ പഠനം ഏതാണ്ട് സെപ്റ്റംബർ 1-ാം തീയതിക്ക് മുമ്പ്, ഒരു 3 മാസം മുമ്പ് പഠനമൊക്കെ തീർത്ത് സെപ്റ്റംബർ 1-ാം തീയതി എക്സാമിനേഷൻ ആണ് എന്ന രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നു. പിന്നീട് കിട്ടുന്ന ദിവസങ്ങളെ നമ്മൾ ആഡ് ഓൺ ബോണസ് ആയിട്ട് എടുത്ത് പഠിക്കുന്നു. ആ രീതിയിലായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. അങ്ങനെ തന്നെയാണ് നമ്മുടെ വിജയികളൊക്കെ ഉന്നതമായ റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റഡി പ്ലാനോട് കൂടിയ ബാച്ചുകളും അങ്ങനെ തന്നെയാണ് പോകുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ കോഴ്സുകളൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ പഠിച്ച് ഒരു റാങ്ക് ലിസ്റ്റിന്റെ ഉന്നതമായ പൊസിഷനിൽ തന്നെ വരുന്ന രീതിയിൽ നമ്മളെ കോഴ്സുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ കോഴ്സുകൾക്ക് തയ്യാറെടുത്ത് ജോയിൻ ചെയ്യുക. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും വിശദ വിവരങ്ങൾക്കുമായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ കാണാൻ നമ്മൾ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.